ഈ സ്വപ്നജീവിയായിട്ട് ഇരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കുറെ വഴിപാടുകൾ മാത്രം ചെയ്തിട്ടും കാര്യമില്ല. നന്നാവണം, ലക്ഷ്യം നേടണം എന്നുള്ളവർ മാത്രം ഇന്ന് ഞാനൊരു ആഹ്വാനം നടത്താൻ പോവുകയാണ്. അതായത് ഹിന്ദുക്കൾ എല്ലാവരും തപസ്സനുഷ്ഠിക്കണം. അപ്പൊ തന്നെ ഭൂരിഭാഗം പേരും കമന്റുമായിട്ട് വരും, ഇയാൾക്ക് വട്ടായി എന്നും പറഞ്ഞു. ഒരിക്കലും സ്വന്തം ശരീരത്തെ അനാവശ്യമായിട്ട് പീഡിപ്പിക്കുന്നതല്ല, ആരോഗ്യത്തെ നശിപ്പിക്കുന്നതോ ഉത്തരവാദിത്തങ്ങൾ ഉപേക്ഷിക്കുന്നതോ അല്ല തപസ്. നമസ്കാരം. അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ചര്യ, നിഷ്ഠ എന്നീ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് അല്ലെ. അതില് ചര്യയും നിഷ്ഠയും ഒന്നല്ലെന്നും എന്നാൽ അവ പരസ്പര പൂരകങ്ങളാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാനൊരു ആഹ്വാനം നടത്താൻ പോവുകയാണ്. അതായത് ഹിന്ദുക്കൾ എല്ലാവരും തപസ് അനുഷ്ഠിക്കണം. അപ്പൊ തന്നെ ഭൂരിഭാഗം പേരും കമന്റുമായിട്ട് വരും, ഇയാൾക്ക് വട്ടായി എന്നും പറഞ്ഞു. ശരിയല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തപസ്സിനെ കുറിച്ച് തന്നെയാണ്. ഇവിടെ ഒരു ചര്യയെ മനസ്സുകൊണ്ടും ആത്മാർത്ഥതയോടെയും ദീർഘകാലം പാലിക്കുമ്പോൾ അത് ക്രമേണ നമ്മളുടെ നിഷ്ഠയായിട്ട് മാറുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ ഒരൊറ്റ ചോദ്യം, നമ്മൾ എന്തിനാണ് ഒരു നിഷ്ഠ പാലിക്കുന്നത്? അതായത് എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ നിഷ്ഠയോടെ പ്രവർത്തിക്കുന്നത്. ആ ലക്ഷ്യം ചിലപ്പോൾ സ്വന്തം ആവശ്യങ്ങളായിരിക്കാം, വേറെ ചിലർക്ക് കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടായിരിക്കാം, ആത്മീയമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം വേറെ ചിലർക്ക് നിഷ്ഠ എന്ന് പറയുന്നത്. അതുമല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടുമായിരിക്കാം. അതെന്തേലും ആവട്ടെ, അതിലേക്ക് എത്താൻ തടസ്സങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിച്ച് മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിച്ച് ലക്ഷ്യബോധത്തോടെ നമ്മൾ ഒരു പരിശ്രമം നടത്തുകയാണെന്ന് വിചാരിക്കുക. അതിനെ നമുക്ക് തപസ് എന്ന് വിളിക്കാം. അല്ലാതെ കാടിന്റെയോ മലമുകളിലെയോ ഏകാന്തതയിലിരുന്ന് കണ്ണടച്ച് ധ്യാനിക്കുന്ന ഒരു കാര്യം മാത്രമല്ല തപസ് എന്ന് പറയുന്നത്. ഭക്ഷണവും ഉറക്കവും ഉപേക്ഷിച്ച് വർഷങ്ങളോളം ഈശ്വരനെ ആരാധിക്കുന്നത് മാത്രമാണ് തപസ് എന്നൊരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ആദ്യം മാറ്റാം. നമുക്ക് നമ്മളുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും തപസ് അനുഷ്ഠിക്കാം. എന്നാൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തപസ് അതിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ട്, സ്വപ്നങ്ങളുമുണ്ട്. പക്ഷേ അതിനെ നമ്മൾ തപസ്സാക്കി മാറ്റുന്നില്ല എന്നിടത്താണ് നമ്മളുടെ പരാജയം എന്ന് പറയുന്നത്. ആദ്യം ആത്മീയമായ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. അതായത് ഒരാൾക്ക് മന്ത്രസിദ്ധി നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന് കരുതുക. അതിനുവേണ്ടി അദ്ദേഹം എല്ലാ ദിവസവും പുലർച്ചെ ഒരു നിശ്ചിത സമയത്ത് എഴുന്നേൽക്കുന്നു, ശരീരശുദ്ധി വരുത്തുന്നു, പൂജാമുറി വൃത്തിയാക്കുന്നു, വിളക്ക് തെളിയിക്കുന്നു, മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. തുടർന്ന് ഒരു നിശ്ചിത മന്ത്രം, ഒരു നിശ്ചിത എണ്ണം ജപിക്കുന്നു. മാത്രമല്ല, ഒരു ദിവസം മാത്രം ചെയ്തിട്ട് അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നില്ല. മഴയായാലും തണുപ്പായാലും ക്ഷീണമുണ്ടായാലും മറ്റു തിരക്കുകൾ എന്തൊക്കെ വന്നാലും കഴിയുന്നത്ര ആ നിഷ്ഠയിൽ മുടക്കം വരുത്താതിരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുമുണ്ട്. ഇവിടെ രാവിലെ എഴുന്നേൽക്കുന്നതും പൂജാമുറി ഒരുക്കുന്നതും വിളക്ക് തെളിയിക്കുന്നതും ജപിക്കുന്നതും എല്ലാം ചര്യകളാണ്. ആ ചര്യകള് നിരന്തരം പാലിക്കുമ്പോൾ അത് നിഷ്ഠയായിട്ട് മാറുന്നു. മന്ത്രസിദ്ധി എന്ന ലക്ഷ്യത്തിന് വേണ്ടി, അതും മനസ്സിന്റെ അലസതയെയും ശരീരത്തിന്റെ അസൗകര്യങ്ങളെയും മറ്റ് തടസ്സങ്ങളെയും ഒക്കെ അതിജീവിച്ച് ആ നിഷ്ഠ തുടരുമ്പോൾ അത് തപസ്സായിട്ട് മാറുന്നു. ഇനി ഭൗതിക ജീവിതത്തിലത്തെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു സാധാരണ മനുഷ്യന് സ്വന്തമായിട്ട് ഒരു വീട് നിർമ്മിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്ന് കരുതുക. നിലവിലെ വരുമാനം കൊണ്ട് ഉടനെ ഒന്നും വീട് നിർമ്മിക്കാൻ അദ്ദേഹത്തിന് കഴിയുമില്ല എന്ന് കരുതുക. പക്ഷേ അദ്ദേഹം തന്റെ സ്വപ്നം ഉപേക്ഷിക്കുന്നില്ല. എല്ലാ ദിവസവും ഉത്തരവാദിത്വത്തോടെ കൃത്യനിഷ്ഠയോടെ ജോലിക്ക് പോകുന്നു. വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം സമ്പാദ്യത്തിലേക്ക് മാറ്റിവെക്കുന്നു. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നു. എത്ര തുക വേണമെന്ന് അതിൽ കണക്കാക്കുന്നു. അതിനായിട്ട് എത്ര വർഷം പരിശ്രമിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നു. ഇതിനിടയിൽ പല തടസ്സങ്ങളും വന്നേക്കാട്ടോ. ചിലപ്പോൾ വരുമാനം കുറഞ്ഞേക്കാം, ചിലപ്പോൾ അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടായേക്കാം, കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നേക്കാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തിയേക്കാം. എന്നാൽ ഓരോ തടസ്സം വരുമ്പോഴും അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഉപേക്ഷിക്കാതെ സാഹചര്യം വിലയിരുത്തി ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്തി മുന്നോട്ട് തന്നെ പോവുകയാണെന്ന് കരുതുക. അത് അദ്ദേഹത്തിന്റെ തപസ്സാണ്. ഇതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് പഠനം തപസ്സാക്കി മാറ്റാം. ബിസിനസ്സുകാരന് ബിസിനസ്സും, അമ്മമാർക്ക് മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും, അങ്ങനെ എല്ലാവർക്കും അവരവരുടെ പല കാര്യങ്ങളും തപസ്സാക്കി മാറ്റാം. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കഷ്ടപ്പെടുന്നതല്ല തപസ് എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തി ആവർത്തിക്കുന്നതെല്ലാം നിഷ്ഠയുമല്ല. അതായത് തെറ്റായ ലക്ഷ്യത്തിന് വേണ്ടി തെറ്റായ മാർഗത്തിലൂടെ പ്രവർത്തിക്കുന്നത് തപസ്സായി കണക്കാക്കാനേ കഴിയില്ല. നമുക്കോ മറ്റുള്ളവർക്കോ നാശം വരുത്തുന്ന കാര്യത്തില് കാണിക്കുന്ന പിടിവാശി നിഷ്ഠയുമല്ല. അപ്പോ തപസ്സിന് മറ്റൊരു നല്ല ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും ധാർമ്മികമായിരിക്കണം. നമ്മളുടെ പരിശ്രമം വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് സഹായകമായതായിരിക്കണം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തപസ് എന്നത് ഒരിക്കലും സ്വന്തം ശരീരത്തെ അനാവശ്യമായിട്ട് പീഡിപ്പിക്കുന്നതല്ല, ആരോഗ്യത്തെ നശിപ്പിക്കുന്നതോ ഉത്തരവാദിത്തങ്ങൾ ഉപേക്ഷിക്കുന്നതോ അല്ല തപസ്. സ്വയം നിയന്ത്രിക്കുക, ആവശ്യമായ ത്യാഗങ്ങൾ ചെയ്യുക,
തടസ്സങ്ങൾക്ക് മുന്നിൽ തളരാതിരിക്കുക, ലക്ഷ്യത്തിലേക്ക് ബോധപൂർവം മുന്നേറുക, ഇതാണ് പ്രായോഗികമായ തപസ് എന്ന് നമുക്ക് പറയാവുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ സ്വയം 3 ചോദ്യങ്ങൾ ചോദിക്കുക. എൻ്റെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തിലേക്ക് എന്നെ നയിക്കുന്ന ദൈനംദിന ചര്യകൾ എന്തൊക്കെയാണ്? തടസ്സങ്ങൾ വന്നാലും ആ ചര്യകളെ നിഷ്ഠയോടെ തുടരാൻ ഞാൻ തയ്യാറാണോ? എന്നിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തെ തപസ്സാക്കി മാറ്റുക. പ്രത്യേകം ഓർത്തു വെക്കുക, ചിന്തയിൽ ഒരു ലക്ഷ്യം ജനിക്കുന്നു, ആ ലക്ഷ്യത്തിന് വേണ്ടി ഒരു പ്രവൃത്തി ആരംഭിക്കുന്നു, ആ പ്രവൃത്തി ആവർത്തിക്കുമ്പോൾ ചര്യയാവുന്നു, ചര്യ നിരന്തരമായി ആത്മാർത്ഥതയോടെ അർപ്പണബോധത്തോടെ പാലിക്കുമ്പോൾ അത് നിഷ്ഠയാകുന്നു, നിഷ്ഠയോടെ തടസ്സങ്ങളെ അതിജീവിച്ച് ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ അത് തപസ്സാകുന്നു. ആ തപസ്സാണ് ഒടുവിൽ നമ്മളെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ സ്വപ്നജീവിയായി ഇരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കുറെ വഴിപാടുകൾ മാത്രം ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ തപസ്സിന്റെ ഭാഗമായിട്ട് വരുന്ന ത്യാഗം, ആത്മനിയന്ത്രണം, ലക്ഷ്യബോധം എന്നിവയെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. കാരണം തപസ് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കണ്ടേ. അപ്പോൾ നന്ദി, നമസ്കാരം.